ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്. കാലടിയിൽ ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ച് 20 ലക്ഷത്തോളം രൂപ കവർന്നു. ചെങ്ങലിൽ നിന്ന് വരികയായിരുന്ന തങ്കച്ചനെയാണ് രണ്ടംഗ സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ചത്. അർച്ചന വിനോദ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർച്ചന, എന്താണ് സംഭവിച്ചത്? പട്ടാപ്പകലാണ് ബൈക്കിലെത്തി പോവുകയായിരുന്ന യാത്രക്കാരനെ തടഞ്ഞു നിർത്തുകയും ആക്രമിക്കുകയും തുടർന്ന് പണം കവരുകയും പരിക്കേറ്റ ചെങ്ങലയിൽ നിന്ന് വരികയായിരുന്ന തങ്കച്ചനെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. രണ്ടംഗ സംഘമാണ് ഇദ്ദേഹത്തെ കുത്തിപ്പരിക്കേറ്റ് 20 ലക്ഷത്തോളം രൂപ കവരുകയും സ്പ്രേ അടിക്കുകയും തുടർന്ന് കയ്യിൽ കരുതിയ കത്തി കൊണ്ട് വയറിന് കുത്തുകയുമായിരുന്നു. അദ്ദേഹത്തിന് വയറിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. BKD സ്ഥാപനത്തിലെ മാനേജറാണ് അവിടെ നിന്ന് വരികയായിരുന്നു. അതിനിടെയാണ് അർച്ചന, പട്ടാപ്പകലാണ് ഇത്തരമൊരു മോഷണം നടന്നതെന്ന് മനസ്സിലാക്കുന്നു. ഈ മോഷ്ടാക്കളെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരം ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദൃക്സാക്ഷികൾ സംഭവത്തിലുണ്ടോ? നിലവിൽ അത്തരം വിവരങ്ങൾ പോലീസിൽ ലഭിച്ചിട്ടില്ല. എന്തായാലും സംഭവത്തെ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം നടക്കുക. പട്ടാപ്പകലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായതെന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. എന്തായാലും പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും സമീപത്തെ CCTV അടക്കം പരിശോധിക്കും. ഇദ്ദേഹത്തെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൽ നിന്നും ചികിത്സയിൽ നിന്ന് മുക്തമായതിനു ശേഷം അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കും. തുടർന്ന് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് സംഘത്തിന്റെ നീക്കം. എന്തായാലും നിലവിൽ സമീപത്തെ ആളുകളൊന്നും ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ തങ്കച്ചന്റെ ആരോഗ്യനില എപ്രകാരമാണ്? ഗുരുതര പരിക്കുകളാണ് ഉണ്ടായത്? അദ്ദേഹത്തിന് വയറിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ചികിത്സയിൽ കഴിയുകയാണ്. വയറിന് കത്തി കൊണ്ട് കുത്തുകയായിരുന്നു. അതിനുശേഷമാണ് പണം കവർന്നത്. എന്തായാലും ആ കുത്തിൽ അദ്ദേഹത്തിന് നന്നായിട്ട് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ആര്യ, 20 ലക്ഷത്തോളം രൂപ പോയെന്നുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും തുക കൈവശമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ തങ്കച്ചൻ എങ്ങോട്ട് പോകുകയായിരുന്നു എന്നതിലൊരു സൂചന ലഭിച്ചിട്ടുണ്ടോ? അത്തരം വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് മനസ്സിലാക്കിയ സംഘമായിരിക്കണം അദ്ദേഹത്തെ പിന്തുടർന്ന് കുത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ എവിടെന്നെങ്കിലും അദ്ദേഹം പൈസ എടുത്ത് കണ്ടതായിരിക്കാം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിലൊരു രണ്ടംഗ സംഘം ബൈക്കിൽ അദ്ദേഹത്തെ പിന്തുടരുകയും ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ കയ്യിലുള്ള പണം കവരുകയും ധാരണയുള്ള ആളാണ് ഇതിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കൃത്യമായി ശരി. എന്തായാലും കാലടിയിൽ ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ച് 20 ലക്ഷത്തോളം രൂപ കവർന്നു. ചെങ്ങലിൽ നിന്ന് വരികയായിരുന്ന തങ്കച്ചനെയാണ് രണ്ടംഗ സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ചത്. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തങ്കച്ചനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർച്ചന വിനോദാണ് വിവരങ്ങൾ നൽകിയത്.